കോഴിക്കോട് ബീച്ചിലാണുള്ളത്. നല്ല ചായ കോഴിക്കോട് പതിവ് പോലെ കിട്ടും. നമ്മുടെ രഞ്ജിത്ത് നമ്മുടെ കൂടെ ഉണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എവിടെയാണ് നമ്മുടെ കക്ഷികളൊക്കെ? അഭിജിത്ത്, അതാ അഭിജിത്ത് ഇവിടെയുണ്ട്. ഇന്നലെ രോഹിതിനെ കണ്ടു. ഗുഡ് മോർണിംഗ്. കുറെ കാലമായി കണ്ടിട്ട്. കുറച്ച് തടിച്ചു. കുറച്ച് തടിച്ചു. എന്തുണ്ട് വിശേഷമൊക്കെ? ചായ കുടിച്ചോ? നമുക്ക് അഭിജിത്തിനോട് ഒരു ചായ വേണം സർ. ഓക്കെ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? പൂക്കോട് പോയോ? സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഭിജിത്ത് അവിടെ പറന്നെത്താറുള്ളതാ. ഇന്നൊന്നങ്ങോട്ട് പോകണം എന്നുള്ളൊരു പൂക്കോട് പോകുന്നുണ്ട്. എങ്ങനെയാ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത? അല്ല, കോഴിക്കോട് മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം, കോഴിക്കോട് 3 തവണ കോഴിക്കോടിലെ ജനങ്ങൾ MK രാഘവൻ MP വലിയ ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് അയച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാഘവേട്ടനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും UDFന്റെ കമ്മിറ്റിക്ക് MK രാഘവേട്ടനെ വോട്ട് ചെയ്യണമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. MK രാഘവനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 3 തവണത്തെ തെരഞ്ഞെടുപ്പിലും UDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഇത്തവണയും ഞങ്ങൾ അത് തന്നെയാണ് മുമ്പോട്ട് വെക്കുക. പക്ഷേ കോഴിക്കോടിന്റെ ജനങ്ങളാണ് MK രാഘവനെ രാഘവേട്ടനായിട്ടൊരു ബ്രാൻഡ് ചെയ്തത്. ആ ബ്രാൻഡിങ് ഒരു ഭാഗത്ത് പാർട്ടി ബ്രാൻഡിംഗ് അല്ല, ജനങ്ങളുടെ ബ്രാൻഡിംഗ് ആണ്. തീർച്ചയായിട്ടും ആ ബ്രാൻഡിംഗ് ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കോഴിക്കോട് ഇപ്പോ നിങ്ങൾ വെറുതെ പോയി നോക്കിയാൽ അടിസ്ഥാനപരമായിട്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പോ ഒരു പാവപ്പെട്ടവൻ കടന്നു പോകുന്ന മെഡിക്കൽ കോളേജിൽ ഇപ്പം വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എല്ലാ സൗകര്യത്തോടും കൂടിയ 120 കോടി രൂപയ്ക്ക് അവിടെ ഒരു ബിൽഡിംഗ് വരുമ്പോ അതിന് ചെറിയ പ്രയത്നമല്ല MK രാഘവൻ നടത്തിയത്. ആളുകൾ ആശ്രയിക്കുന്ന റെയിൽവേയിലേക്ക് പോയാൽ ആ റെയിൽവേയും നമുക്ക് കാണാം. അപ്പൊ കോഴിക്കോടിന്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു പോകുമ്പോൾ MK രാഘവന്റെ കയ്യൊപ്പ് അവിടെ ചാർത്തപ്പെട്ടിരിക്കുന്നു. കോഴിക്കോടിന്റെ വികസനത്തെ കുറിച്ച് ഇനി ആരെങ്കിലും ഒരു കാലഘട്ടത്തിൽ എഴുതിയാൽ അതിൽ MK രാഘവൻ എന്ന ഒഴിച്ചു നിർത്താൻ പറ്റും, ഒരിക്കലും ഒഴിച്ചു നിർത്താൻ. ഓക്കെ, അപ്പൊ സജീവമായ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പൊ ഒരു മൊത്തത്തിൽ ചൂടൊക്കെ ഉണ്ട് അന്തരീക്ഷം. തീർച്ചയായിട്ടും പുറത്തുള്ള ചൂടുണ്ട്, അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ചൂടുണ്ട് അല്ലെ? അപ്പോ അഭിജിത്ത് കളത്തിൽ ഇറങ്ങി കഴിഞ്ഞു, രാഘവേട്ടനോടൊപ്പം ഉണ്ടാവും. അപ്പൊ കോഴിക്കോട് മണ്ഡലത്തിൽ ഇനി അങ്ങോട്ട് തീപാറുന്ന പോരാട്ടവും പ്രചരണവും ഒക്കെയാണ് നടക്കുക. താങ്ക് യു അഭിജിത്തെ. അഭിജിത്തിനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച കാണണം കേട്ടോ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കരുത്. അഭിജിത്ത് വളരെ തീപ്പൊരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അഭിജിത്ത് ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. താങ്ക് യു രാഘവേട്ട. ഓക്കെ.